Let's welcome 2025. Happy New Year! ഡ്രസ്സ് ചെയ്ത് റെഡിയായി വന്നിട്ട് ഹസ്ബൻഡിനോട് നല്ലതാണോ എന്ന് ചോദിക്കുന്ന സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡ്രസ്സ് ചെയ്ത് ഞാൻ റെഡിയായി പുറത്തിറങ്ങി എൻ്റെ ജ്വല്ലറി മാലയൊക്കെ ഞാനൊന്ന് നോക്കുവാണ്, നോക്കി ക്യാമറ കണ്ടിട്ട്. ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. സോ വെൽക്കം ടു ദ ഷോപ്പിംഗ് സിസ്റ്റേഴ്സ്. ഇതാണ് തൃപ്പൂണിത്തുറ മെട്രോ ടെർമിനൽ. ഇവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ അപ്സ്റ്റെയർ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. പ്ലാറ്റ്ഫോമിൽ ചെന്ന് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ആലുവ തൃപ്പൂണിത്തുറ ടെർമിനലാണ് കൊച്ചി മെട്രോയുടെ ട്രെയിൻ റൂട്ട്. സോ ആലുവയിൽ നിന്ന് വന്ന ഒരു ട്രെയിനാണ് കേട്ടോ. ട്രെയിൻ വന്നു. ഈ ഷോപ്പിംഗ് വ്ലോഗ് എനിക്കൊരു അൺഫോർഗറ്റബിൾ മൊമെൻറ്റ് തന്നത് എന്നെ ട്രിവാൻഡ്രത്ത് സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറെ, ഹിസ്റ്ററി ജോഗ്രഫി പഠിപ്പിച്ച ഷേർലി ടീച്ചറെ ഈ മെട്രോ ട്രെയിനിൽ വെച്ച് ഞാൻ മീറ്റ് ചെയ്തു. അത് ഞാൻ ട്രിവാൻഡ്രത്ത്, ടീച്ചറും ട്രിവാൻഡ്രത്ത്, പക്ഷെ ഞങ്ങൾ മീറ്റ് ചെയ്തത് എറണാകുളത്ത് വെച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മെട്രോയിലിരുന്ന് സംസാരിച്ചു. ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നത് എറണാകുളം MG റോഡിലുള്ള രാജാജി റോഡിനകത്തെ ഒരു ജ്വല്ലറിയിലേക്കാണ്. 6 months മുന്നേ ട്രിവാൻഡ്രത്തെ ഒരു ജ്വല്ലറിയിൽ ഞാനൊരു ഓർണമെൻറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാനാണ് പറഞ്ഞത്, എറണാകുളത്തേക്ക് ഒന്ന് അത് കൊടുത്തു വിടുകയാണെങ്കിൽ എനിക്കതായിരിക്കും കളക്ട് ചെയ്യാൻ കൺവീനിയൻ്റ് ആകുക എന്ന് പറഞ്ഞത് കൊണ്ട് അവരങ്ങനെ എറണാകുളത്തെ ജ്വല്ലറിയിലേക്ക് കൊടുത്തതാണ്. എൻ്റെ ഡെസ്റ്റിനേഷൻ ജ്വല്ലറി റീച്ച് ആയിട്ടുണ്ട്, സണ്ണി ഡയമണ്ട്സ്. അപ്പോൾ ഈ യാത്ര സണ്ണി ഡയമണ്ട്സിലേക്കുള്ളതാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ്, ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് കാണാൻ പോകുന്നത്. ഞാൻ ജ്വല്ലറിയുടെ ഉള്ളിലേക്ക് കയറി. ആദ്യം തന്നെ നോക്കാൻ എടുത്തത് നോസ് പിൻസ് ആണ്. പൊതുവെ എല്ലാ വിമൻസിനും മൂക്കുത്തിയോടൊരു വല്ലാത്ത ഇഷ്ടം ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ് ഞാനും. എനിക്ക് മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് മൂക്കുത്തി. അങ്ങനെ നോസ് പിൻസിൻ്റെ ട്രേ ആണ് എടുത്ത് വെച്ചേക്കുന്നത്. അവിടെ സണ്ണി ഡയമണ്ട്സിൽ 18 ക്യാരറ്റ് പ്ലെയിൻ ഗോൾഡിൽ വരുന്ന, അല്ലെ നോർമൽ കളർ സ്റ്റോൺസ് വരുന്നതായിട്ടുള്ള 3500 സ്റ്റാർട്ട് ചെയ്യുന്ന മൂക്കുത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള എൻ്റെ മൂക്കുത്തി. റൂബിയും എമറാൾഡും ചേർന്നിട്ടുള്ള സ്റ്റോൺസിൻ്റെ മൂക്കുത്തിയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്ത സമയത്ത്. കയ്യിൽ ഇന്നലെ കിട്ടിയപ്പോഴാണ് ഇതിൻ്റെ ഭംഗി എന്താണെന്ന് അറിഞ്ഞത്. സോ അത് കഴിഞ്ഞിട്ട് ബാക്കി ഓരോ സെറ്റുകളായിട്ട് അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ മൂക്കുത്തിയും കുറേ കമ്മലുകളും ഞാൻ നോക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മൂക്കുത്തികൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു റൂബിയുടെ തന്നെ നോക്കി. ഇത് ഓം ഡിസൈൻ, നമ്മുടെ ആക്ട്രസ് മഞ്ജു പിള്ള ഇട്ടിട്ടുള്ള സെയിം ഡിസൈൻ ആയിരുന്നു ആ ഓം ഡിസൈൻ. സോ ഞാൻ അതൊന്ന് ഇട്ട് നോക്കുവാണ്. പക്ഷെ ഇത്രയും വലിയ മൂക്കുത്തി ഞാൻ യൂസ് ചെയ്യില്ല, വെറുതെ ഒന്ന് ഇട്ട് നോക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെ കുറേ മൂക്കുത്തികൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ 2 മൂക്കുത്തിയാണ്, ഞാൻ പർച്ചേസ് ചെയ്ത പുതിയ മൂക്കുത്തിയും. പിന്നെ ജെ ടൈപ്പ് ഓൾറെഡി എൻ്റെ കയ്യിലുള്ള ഒരു മൂക്കുത്തിയാണ്. അതിൻ്റെ സ്റ്റെമ്മ് കംപ്ലൈൻ്റ് ആയിട്ട് അത് നന്നാക്കാൻ കൊണ്ടുപോയതാ. ഇനി ഇവിടെ ഒരു ഓമിൻ്റെ മൂക്കുത്തി, ഒരു ചെറിയ ഓമിൻ്റെ മൂക്കുത്തി കണ്ടോ? അതിന്
₹4000. ഞാനിത് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അറിയാൻ പോലും പറ്റാത്ത ഒരു ഹോം ഡിസൈൻ 18 ക്യാരറ്റ് ഗോൾഡും ഒരു സ്റ്റോണും ആയി. ഇത് ഒറിജിനൽ റൂബി, എമറാൾഡ്, ഗോൾഡ്, പേള്, ഡയമണ്ടിൻ്റെ ഒരു ജിമിക്കിയാണ്. അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനൊന്ന് ഇട്ട് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സെയിൽസ്മാൻ അതിൽ നിന്ന് ഒരെണ്ണം ഇടാൻ തന്നു. അങ്ങനെ ഞാൻ ഇട്ട് നോക്കുവാണ്. എന്ത് ഭംഗിയാണല്ലേ ഈ ജിമിക്കി കാണാൻ. ഇതിൻ്റെ റേറ്റാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 5.5 lakhs. അത് കഴിഞ്ഞിട്ട് ഇത് സിംഗർ സുബ്ബലക്ഷ്മിയുടെ മൂക്കുത്തി മോഡൽ. ഇത് ഫുൾ ഡയമണ്ടും എമറാൾഡിൻ്റെ ഒരു ജിമിക്കി. അതിൻ്റെ റേറ്റ് 3 lakhs എന്നാണ് പറഞ്ഞത്. ഇത് ഒറിജിനൽ റൂബി വരുന്ന ചാന്ദലി മോഡൽ. ഇതിനൊരു 1.5 lakhs എന്നാണ് പറഞ്ഞത്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒറിജിനൽ റൂബി എമറാൾഡും ആണ് അതിനകത്തുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡ്സും ഹാങ്ങിങ്സും ആയിട്ടുള്ള കമ്മലുകൾ ഞാൻ നോക്കുവാണ്. അവിടെ സണ്ണി ഡയമണ്ട്സിൽ പൊതുവെ ഒരു 40,000-ലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല കമ്മലുകൾ ഉണ്ട് കേട്ടോ, ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ കുറേ മോഡൽസ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ. ഇത് എമറാൾഡിൽ വരുന്ന ലയാർഡ് നെക്ക് പീസ് ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പീസ് ആണ്. ഇത് മുഖപ്പ് ചെയിൻ എന്നാണ് പറഞ്ഞത്, പെൻഡന്റ് വൺ സൈഡ് വരുന്നത് കൊണ്ട്. ഇതൊക്കെ നല്ല വിലയുള്ള നെക്ക് പീസുകളാണ്. ഇതിൻ്റെ പെയറായിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്ന ഇയറിങ്സ് ഈ ഒരു ചാന്ദലി മോഡലാണ്. അത് ആ മുഖപ്പ് ചെയിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന നെക്ലസിൻ്റെ ഇയറിങ്സ് ആണ് പെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാ ഇയറിങ്സും ഞാനൊന്ന് നോക്കുവാണ്. ഈ ഒരു റൂബി ജുംക്ക, പിന്നെ റൂബിയുടെ ചാന്ദലി, എഗെയിൻ ഡയമണ്ടിൻ്റെ ചാന്ദലി. ഇതൊക്കെ അടുത്ത സെറ്റ് ഓഫ് ഇയറിങ്സ് അവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. എല്ലാ ഇയറിങ്സും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്ത നോസ്പിൻ്റെ ബില്ലിങ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു മൂക്കുത്തി കാണുന്നത്. ഇത് നല്ല ഭംഗിയില്ലേ ഈ നോസ്പിനിട്ട്. ഇതിന് 28,000 അവർ റേറ്റ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ബില്ലിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇത് എഗെയിൻ തൃപ്പൂണിത്തുറ മെട്രോ ടെർമിനലിൽ ഞാൻ തിരികെ എത്തി. ടിക്കറ്റ് സ്കാൻ ചെയ്ത് പുറത്തിറങ്ങി ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ തൃപ്പൂണിത്തുറ മെട്രോ ടെർമിനൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്, ക്ലോസസ്റ്റ് ആയിട്ടാണ്. ഈ തൃപ്പൂണിത്തുറ മെട്രോ ടെർമിനൽ കുറച്ച് മ്യൂറൽ പെയിൻറ്റ്സ് ഒക്കെ ചെയ്ത് കൾച്ചറൽ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഒരുപാട് അവിടെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഓരോ പില്ലറിലും ഓരോ ഡിസൈൻസാണ് അവർ വരച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക് ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു ട്രെയിൻ അവിടെ വന്നിട്ടുണ്ട്. ഇതൊരു 6:30 6:40 ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ഏതോ ഒരു ട്രെയിനാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ട്രെയിൻ വരുന്നത്? ഞാനിതിങ്ങനെ ക്യാമറ സൂം ചെയ്ത് അതിങ്ങനെ വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ ഇതുപോലൊരു മ്യൂറൽ പെയിൻറ്റ് അവിടെ കണ്ടത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഫീച്ചർ ചെയ്യുന്നുണ്ട്.
അപ്പോഴത്തേനും ഹസ്ബൻഡ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടിയാണ് വീട്ടിലേക്ക് പോകുന്നത്. അന്നേരം അവിടെ ചെന്നൈ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. 6:50 ആകുമ്പോൾ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ചെന്നൈ മെയിലെത്തും. ചെന്നൈ മെയിൽ വന്നതാണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോവുമായി നമുക്കിനിയും കാണാം. സോ ബൈ ബൈ. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.